പ്രേഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമാ യേശുവിൻ സാക്ഷികളായി തീരാ ഉണരു യുവതയെ നീ ഒന്നിച്ചൊന്ന ചേരാം സ്നേഹം പങ്കുവെക്കാം അറിവിൻ മധുരം പകരാൻ മുന്നേറാം മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളം ഉജ്ജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം മിഷണറിയാകാം മിഷനെ സ്നേഹിക്കാം മിഷണറിയാകാം മിഷനെ അറിയാം മിഷണറിയാകാം മിഷനെ സ്നേഹിക്കാം മിഷണറിയാകാം മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ സഭയുടെ പ്രേഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന. സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാന്തോ മീഡിയയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദ അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ ക്വിസ് ഓൺ വീൽസ് സാന്തോ മിഷൻ ക്വിസ്റ്റേമെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ ഏറ്റവും പുരാതനവും സമ്പന്നവുമായ പൈതൃകമാണ് നമ്മുടെ പാലക്കാടിനുള്ളത്. അത് ഭാഷയിലും അവരുടെ സംസ്കാരത്തിലും കാണാൻ സാധിക്കും. സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും എന്ന ആദർശവാക്യത്തിൽ പ്രചോദിതമായിക്കൊണ്ട് അഭിവന്യ മാർ ജോസഫ് ഇരമ്പൻ പിതാവ് ജനങ്ങളെയും വൈദികരെയും ദൈവിക ചൈതന്യത്തിൽ വളർത്തുവാൻ കഠിനാധ്വാനം ചെയ്ത വ്യക്തിയാണ്. അങ്ങനെ ഒരു ദൈവിക ചൈതന്യത്തിൽ വളർന്ന പഴയ തലമുറയുടെ ഭാവി തലമുറയാണ് ഞങ്ങൾക്ക് മുന്നിൽ ഇരിക്കുന്നത്. MSTയുടെ പ്രേക്ഷിത വാഹിനി ഇന്ന് എത്തി നിൽക്കുന്നത് പാലക്കാട് രൂപതയിലെ കാഞ്ഞിരപ്പുഴ സെന്റ് തോമസ് ഫൊറോന പള്ളിക്ക് മുമ്പിലാണ്. MSTയുടെ പ്രേക്ഷിത വാഹിനിയിലേക്ക് ഇന്ന് എത്താൻ പോകുന്നത് ബാക്കി നിൽക്കുന്ന 2 പാർട്ടിസിപ്പൻസ് ആണ്. അവരെ നമുക്ക് ഏറെ സ്നേഹത്തോടെ MSTയുടെ പ്രേക്ഷിത വാഹിനിയിലേക്ക് സ്വാഗതം ചെയ്യാം. അമേലിയും അനീറ്റയും പുതിയ വർഷമൊക്കെ ആരംഭിച്ചത് കൊണ്ട് എന്തേലും കടുത്ത തീരുമാനങ്ങൾ വല്ലതും എടുത്തോ? എടുത്തിട്ടുണ്ട് അല്ലേ? അത് എടുത്തത് മാത്രമുള്ളോ അതോ ഫോളോ ഒക്കെ ചെയ്യുന്നുണ്ടോ? ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എടുത്ത എല്ലാ നല്ല തീരുമാനങ്ങളും നടക്കട്ടെ എന്ന് ആദ്യം തന്നെ ഞങ്ങൾ ആശംസിക്കുകയാണ്. 2 പേരും പുതിയ വർഷത്തില് പുതിയ തീരുമാനങ്ങൾ എടുത്ത് നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. ഇവർക്ക് മാത്രമല്ല, നിങ്ങൾക്കും ഇതൊരു പുതിയ വർഷമല്ലേ, സന്തോഷത്തിന്റെ വർഷമല്ലേ. ഇതുവരെ സന്തോഷങ്ങളൊക്കെയാണ്, ചിലപ്പോൾ സങ്കടങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ അങ്ങ് നല്ലത് ഇനിയും വരുമെന്ന പുത്തൻ പ്രതീക്ഷയിൽ നമുക്ക് മുന്നേറാം അല്ലേ? ഈ മഹനീയമായ സന്ദർഭത്തിൽ നമ്മുടെ ആശംസകൾ അറിയിച്ച് സംസാരിക്കുവാൻ എത്തുന്നത് പാലക്കയം സെന്റ് മേരീസ് ഇടവക വികാരി ഫാദർ ചെറിയൻ ആഞ്ഞിലിമൂട്ടിലാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ MSTയുടെ പ്രേക്ഷിത വാഹിനിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറി ആകാൻ ഷാലോം ടെലിവിഷനും സാന്തോം മീഡിയയും പാലക്കാട് രൂപത ചെറുപുഷ്പം മിഷൻ ലീഗും ചേർന്ന് ഒരുക്കുന്ന ഈ മനോഹരമായ പ്രോഗ്രാമിന് എല്ലാ വിജയാശംസകളും നേരുകയാണ്. മിഷൻ എന്ന് പറഞ്ഞാൽ പ്രേക്ഷിത പ്രവർത്തനമാണ്. പ്രേക്ഷിത പ്രവർത്തനമെന്നാൽ മാമോദിസ സ്വീകരിച്ച ഓരോ വ്യക്തിയുടെയും കടമയും ഉത്തരവാദിത്വവുമാണ്. പോൾ 6 മാർപ്പാപ്പ തൻ്റെ എവഞ്ചേലിയം നുൻഷിയാന്തി എന്ന് പറഞ്ഞാൽ പ്രേക്ഷിത പ്രവർത്തനമെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ആ ചാക്രിക ലേഖനത്തിൽ ഇപ്രകാരം പറയുകയാണ്: മാമോദിസ സ്വീകരിച്ച ഓരോ വ്യക്തിയും ക്രിസ്തുവിനാൽ അയക്കപ്പെട്ടവനാണ്. ക്രിസ്ത്യാനി അയക്കപ്പെട്ടവനായതുകൊണ്ട് അവൻ പോകുന്ന സ്ഥലങ്ങളിലും കണ്ടുമുട്ടുന്ന ഇടങ്ങളിലും കണ്ടുമുട്ടുന്ന വ്യക്തികളിലും ചെല്ലുന്ന ഇടങ്ങളിലും ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ മാമോദിസ സ്വീകരിച്ച ഓരോ വ്യക്തി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും തന്നെ ഉള്ള ഉത്തരവാദിത്വമാണ്, കടമയാണ്
മിഷനറി ആകുക, ക്രിസ്തുവിനെ പറഞ്ഞു കൊടുക്കുക, ക്രിസ്തുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി ഏറ്റവും മനോഹരമായി നമ്മളെ ഉണർത്താൻ, നമ്മളെ പ്രചോദിപ്പിക്കാൻ വേണ്ടി ഈ മിഷൻ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർക്കെല്ലാം തന്നെ പ്രത്യേകമായ അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ്, പ്രത്യേക ആശംസ നേരുകയാണ്. കേരളത്തിലെ ഒരു മിഷൻ രൂപതയാണ് പാലക്കാട്. കാരണം ഈ വർഷം പാലക്കാട് രൂപത ഗോൾഡൻ ജൂബിലി വർഷത്തിലൂടെ കടന്നു പോവുകയാണ്. പാലക്കാടത്തെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ 50 വർഷങ്ങൾ പിന്നിടുന്നു. ഈ 50 വർഷത്തിനിടയിൽ പാലക്കാട് രൂപതയിൽ ഒത്തിരിയേറെ മിഷൻ പ്രവർത്തനങ്ങളിലേക്ക് വരാൻ സാധിച്ചു. ആ മിഷൻ പ്രവർത്തനം തുടർന്നു പോകുന്ന ഈ സുവർണ കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു മിഷൻ ഓറിയൻറ്റേഷൻ അതിനൊരു പ്രചോദനവും ശക്തിയുമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട കുട്ടികൾക്ക് എല്ലാവർക്കും പ്രത്യേകമായ ആശംസകൾ നേരുന്നു. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നും ഒരു ക്രിസ്ത്യാനിയുടെ ധർമ്മം എന്തായിരിക്കണമെന്നും നമുക്ക് വിശദമായി പറഞ്ഞു തന്ന അച്ഛൻ്റെ നല്ല വാക്കുകൾക്ക് നന്ദി. നമ്മുടെ 2 പാർട്ടിസിപ്പൻസ് പ്രേക്ഷിത വാഹനിൽ കയറാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എങ്ങനെയാ നമ്മൾ കയറാ പ്രേക്ഷിത വാഹനില്? ഗെയിം. അപ്പൊ നിങ്ങൾ 2 പേരും റെഡിയാണ് അല്ലേ? അതെ. നിങ്ങളുടെ ഫൊറോന ഏതാ? കാഞ്ഞിരപ്പുഴ ഫൊറോന. അതല്ല നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ കാഞ്ഞിരപ്പുഴ ഫൊറോനയ്ക്ക് കീഴെയുള്ള പള്ളികളുടെ പേര് 8 സെക്കൻഡിനുള്ളിൽ പറയുന്ന ആളായിരിക്കും അടുത്തതായിട്ട് നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ കയറാൻ പോകുന്നത്. റെഡിയല്ലേ? റെഡിയാണ്. നിങ്ങളെല്ലാവരും കാഞ്ഞിരപ്പുഴ ഫൊറോനക്കാരല്ലേ? എല്ലാവരും തലയാട്ടുന്നുണ്ട്. അപ്പൊ ഇപ്രാവശ്യം നിങ്ങൾ കൗണ്ട് ചെയ്യണം. കറക്റ്റ് ആണോ പറയുന്നത്, ആരാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞതെന്ന്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ തുടങ്ങാം. സോ ടൈം സ്റ്റാർട്ട്സ് നൗ. പാലക്കയം പള്ളി, കാഞ്ഞിരപ്പുഴ ഡാം പള്ളി, കാഞ്ഞിരപ്പുഴ ഫൊറോന പള്ളി, ഇരുമുഖച്ചോലപ്പള്ളി, പൂഞ്ചോലപ്പള്ളി, വഴിക്കടവ് പള്ളി. സ്റ്റോപ്പ്. നെക്സ്റ്റ്. വഴിക്കടവ് പള്ളി, ഡാം പള്ളി, ഇരുമ്പോച്ചോലപ്പള്ളി, ഫൊറോന പള്ളി. സ്റ്റോപ്പ്. ആരാ? അനീറ്റ. അപ്പൊ അടുത്തതായിട്ട് നമ്മുടെ പ്രേക്ഷിത വാഹനിൽ കയറാൻ പോകുന്നത് അനീറ്റയാണ്. അമ്മയിലേക്ക് സീറ്റിലേക്ക് മടങ്ങാം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇപ്പം നമുക്ക് നിലവിൽ അനീറ്റയുടെ ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ. കൂടുതൽ അറിയാൻ വേണ്ടി നമുക്ക് അനീറ്റയുടെ പ്രൊഫൈൽ വീഡിയോ കാണാം. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഫിലിപ്പി 4:13. ഹായ്, എന്റെ പേര് അനിറ്റ മരിയ ബിനോയ്. പ്രകൃതി രമണീയമായ മലകളാൽ ചുറ്റപ്പെട്ട പാലക്കാട്ടിലെ പാലക്കയം എന്ന ഒരു കൊച്ചു മനോഹരമായ ഗ്രാമമാണ് എന്റേത്. ഞാനിപ്പോൾ പോകുന്നത് എന്റെ ഇടവക ദേവാലയത്തിലേക്കാണ്. ഈശോയെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എന്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞാൻ ദേവാലയത്തിലായിരിക്കുകയും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മ വഴി എനിക്ക് ഈശോ എന്റെ കാര്യങ്ങൾ സഹായിച്ചു തരികയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിലുള്ള എല്ലാ നിമിഷങ്ങളിലും ദേവാലയത്തിലായിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതാണ് എൻ്റെ വീട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നൽകുന്ന ഇടമാണ് എൻ്റെ വീട്. എൻ്റെ വീട്ടില് പപ്പ, മമ്മി, അമ്മച്ചി, ചേട്ടൻ എന്നിവരാണുള്ളത്. എൻ്റെ പപ്പ നല്ല ഒരു കർഷകനാണ്. മമ്മി ഒരു നല്ല വീട്ടമ്മയാണ്. ലിഖിതേ, ശ്രദ്ധിച്ചു, നമ്മുടെ ഈ പാലക്കാടിന്റെ കുഞ്ഞു മക്കൾക്കെല്ലാം ഈ പ്രകൃതി ഭയങ്കര ഇഷ്ടമാണ്. മലയും കാടും പുഴയും വയലും എല്ലാം. അനീറ്റ മാത്രമല്ല കേട്ടോ, നമ്മുടെ പാർട്ടിസിപ്പൻസ് മാത്രമല്ല, നമ്മുടെ ഓഡിയൻസും എല്ലാവരും പ്രകൃതിയെ സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ ഇനി നമ്മുടെ ഓഡിയൻസ് വെയിറ്റ് ചെയ്യുന്നത് എത്ര സമ്മാനങ്ങൾ മേടിച്ചോണ്ട് പോകും എന്നറിയാനാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. നമുക്കങ്ങ് നേരെ പ്രേക്ഷിത വാഹനത്തിൽ കയറി ക്വിസ് തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പൊ എന്തായാലും പ്രേക്ഷിത വാഹനത്തിലോട്ട് കയറിക്കോളൂ. 4 റൗണ്ടുകളാണ് നമുക്കുള്ളത്.
ഈ 4 റൗണ്ടുകളിൽ ഏതൊക്കെ റൗണ്ട്, റൂൾസ് എങ്ങനെയാന്നൊക്കെ ഏകദേശം അറിയാലോ? സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞൊക്കെ തരും. അപ്പൊ 4 റൗണ്ടുകൾ: ജെറുസലേം, ജെറിക്കോ, അഡ്ജൻഡസ്, മാർഗം. ഈ 4 റൗണ്ടിൽ ഏതാണ് അനീറ്റ ചൂസ് ചെയ്യുന്നത്? മാർഗം. വിശുദ്ധരെയും വാഴ്ത്തപ്പെട്ടവരെയും എല്ലാം പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് മാർഗം റൗണ്ട്. ഈ റൗണ്ടിൽ 2 വിശുദ്ധരെ സ്ക്രീനിൽ കാണിക്കും. നമുക്ക് നോക്കാം ഏതൊക്കെ 2 വിശുദ്ധരെയാണ് സ്ക്രീനിൽ കാണിക്കുന്നതെന്ന്. വിശുദ്ധ അൽഫോൻസാമ, വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയ. ആരെയാണ് അനീറ്റയ്ക്ക് വേണ്ടത്? അൽഫോൻസാമ. വിശുദ്ധ അൽഫോൻസാമയാണ് അനീറ്റയ്ക്ക് കൂടുതൽ ഇഷ്ടം അല്ലേ? അതോ ഇഷ്ടം കൊണ്ടാണോ അതോ കൂടുതൽ പഠിച്ചിട്ടുള്ളത് കൊണ്ടാണോ? രണ്ടും ഉണ്ട്. അപ്പൊ നമുക്ക് ആ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: അൽഫോൻസാമയുടെ തിരുനാൾ ദിനം എന്ന്? ജൂലൈ 28. ഉത്തരം ഉറപ്പിച്ചു പറയുകയാണോ? തോർപ്പിക്കും. നമുക്ക് ഉത്തരം ശരിയാണോ എന്ന് നോക്കാം. ഉത്തരം ശരിയാണ്, ജൂലൈ 28. അങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് ഉത്തരം നോക്കാം എന്ന് പറഞ്ഞ് ഉത്തരം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ആ ഫസ്റ്റ് റൗണ്ടിലെ സമ്മാനം നേടിയിരിക്കുകയാണ്. ആ സമ്മാനം വേണ്ടേ? വേണം. സമ്മാനം ഞങ്ങൾ തരാണ്. നമുക്കിനി അവശേഷിക്കുന്നത് 3 റൗണ്ടുകളാണ്. ഏത് റൗണ്ടാണ് അനീറ്റ ഇത് സെലക്ട് ചെയ്യുന്നത്? ജെറുസലേം. ജെറുസലേം റൗണ്ട് എന്ന് പറയുന്നത് സഭാ ചരിത്രത്തെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ്. ഈ റൗണ്ടിൽ 2 ചോദ്യങ്ങൾ ഉണ്ടാകും. ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. രണ്ടാമത്തെ ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: സീറോ മലബാർ ഹൈറാർക്കി സ്ഥാപിതമായ വർഷം? 1930, 1940, 1923, 1920? 1923. ഒട്ടും ആലോചിക്കാൻ സമയമൊന്നും എടുത്തില്ല. അതിന് മുന്നേ അനീറ്റ ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആൻസർ കറക്റ്റ് ആണ്, 1923. പക്ഷേ ഈ റൗണ്ടിൽ ഇനിയും ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ആ ചോദ്യം ഏതാണെന്ന് നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: സീറോ മലബാർ ഹൈറാർക്കി സ്ഥാപിച്ച മാർപ്പാപ്പ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കുറച്ചും കൂടിയൊക്കെ ചിന്തിച്ചുത്തരം പറയണം. പീസ് 11-ാമൻ മാർപ്പാപ്പ. ചിന്തിക്കാതെ തന്നെയാണ് നമ്മുടെ കുട്ടി ഉത്തരം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. ഉത്തരം ശരിയാണ്, പയസ് 11-ാമൻ മാർപ്പാപ്പ. അങ്ങനെ അനീറ്റ രണ്ടാമത്തെ റൗണ്ടിലും 2 ചോദ്യങ്ങൾക്കും ആൻസർ പറഞ്ഞിരിക്കുകയാണ്. തങ്കു, ആ സമ്മാനം കൊടുക്കല്ലേ? പിന്നെയല്ല. അപ്പം നിങ്ങൾ കാത്തിരുന്ന ചോദ്യം ഇതാണ്. ഭയങ്കര എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ആർക്ക് വേണേലും ആൻസർ പറയാൻ പറ്റുന്ന ചോദ്യമാണ്. അതുകൊണ്ട് അവിടുന്ന് ഓടി വരാനായിട്ട് റെഡി ആയിട്ടിരുന്നോ. ചോദ്യം വായിക്കാം. കാഞ്ഞിരപ്പുഴ പള്ളി സ്ഥാപിതമായത് എന്ന്? ഒന്നുകൂടെ ചോദ്യം വായിക്കാം. കാഞ്ഞിരപ്പുഴ പള്ളി സ്ഥാപിതമായത് എന്ന്? അവിടെ നിന്ന് ആൻസർ പറയുന്നു വേണ്ട, അറിയാമെങ്കിൽ ഓടിപ്പോരെ. ഒരു കൊച്ചു മിടുക്കി ഏറ്റ് വരുന്നുണ്ട്. നല്ലൊരു കൈയടി കൊടുത്തേ. 1974. അതാണോ? 1956. 1956 ആണോ? അത്രയും നേരത്തെ പണിതാർന്നോ? ഉത്തരം അറിയുന്ന ആൾക്കാർ മുന്നോട്ട് കടന്നു വരണം. പോരെ സിസ്റ്റർ, പോരെ. നല്ലൊരു കൈയടി നമ്മുടെ സിസ്റ്റർക്ക് കൊടുത്തേ. സിസ്റ്ററെ വാ. സിസ്റ്റർ പറഞ്ഞിരിക്കുന്ന ആൻസർ 1960 എന്നാണ്. മാസം ദിവസമൊക്കെ അറിയാമോ? സാൽ 1960 കറക്റ്റ് ആണോ? അതിന്റെ പെട്ടെന്ന് ഒരു കയ്യടി. അല്ലാന്നാണ് ഇവിടെ പറഞ്ഞത്. അല്ലാന്ന തെറ്റായതുകൊണ്ടാണ് നിങ്ങൾ കയ്യടിച്ചേ. കുറെ ആൾക്കാർ ശരിയാന്നും പറയുന്നുണ്ട്, തെറ്റാന്നും പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറയാം, കൺഫ്യൂഷൻ തീർത്തരട്ടെ. ഇനിയിപ്പോ 2 പേരായില്ലേ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ജൂലൈ 3, 1960. കറക്റ്റ് ആൻസർ അല്ലേ? കൈയടിക്ക്. അപ്പൊ സമ്മാനം ആർക്കാ? നമ്മുടെ സിസ്റ്റർക്ക്. കുട്ടിക്ക് കൊടുത്താൽ മതിയോ? എന്തൊരു സ്നേഹമുള്ള സിസ്റ്റർ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, സിസ്റ്റർ തന്നെ ആ സമ്മാനം നമ്മുടെ മിടുക്കി കൊടുത്തോ. അതും ഓക്കെ അല്ലേ? അപ്പൊ സമ്മാനം ഞങ്ങൾ തരാം. അപ്പൊ നമുക്ക് അടുത്ത
റൗണ്ടിലേക്ക് പോയാലോ? പോവാം. ഏതാണ് അടുത്തതായിട്ട് ചൂസ് ചെയ്യുന്നത്? അഡ്ജൻഡസ്. അഡ്ജൻഡസ് റൗണ്ട് ആണ് അനീറ്റ ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ റൗണ്ടിൽ 2 ഓപ്ഷൻസ് സ്ക്രീനിൽ കാണിക്കും. സെന്റ് തോമസ്, മിഷൻ. സെന്റ് തോമസ് എന്ന ഓപ്ഷൻ ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അഥവാ മിഷൻ ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഈ 2 ഓപ്ഷൻസ് ഏതാണ് അനീറ്റയ്ക്ക് ഇഷ്ടം? മിഷൻ എടുക്കും. മിഷൻ ആണ് അനീറ്റ ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: ഉജ്ജയിൻ രൂപതയുടെ മെത്രാൻ ആര്? ഓപ്ഷൻസ്: മാർ ജോർജ് രാജേന്ദ്രൻ, മാർ സെബാസ്റ്റ്യൻ വടക്കേൽ, മാർ ജോർജ് ഞെരളക്കാട്ട്, മാർ തോമസ് എലവനാൽ. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? മാർ സെബാസ്റ്റ്യൻ വടക്കൻ. ഉറപ്പായിരിക്കോ? ആ. ചാടി ചാടി ആൻസർ പറയുന്നുണ്ട്. നമുക്ക് ആൻസർ കറക്റ്റ് ആണോ അല്ലയോ എന്ന് നോക്കാം. ആൻസർ കറക്റ്റ് ആണ്, മാർ സെബാസ്റ്റ്യൻ വടക്കേൽ. അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം നമ്മുടെ അനീറ്റ പറയുമോ? പറയും. അനീറ്റ അടിപൊളിയാന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ ആ രണ്ടാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: മാർത്തോമ ക്രിസ്ത്യാനികളുടെ പാരമ്പര്യമനുസരിച്ച് വിശ്വാസികൾ എത്ര ദിവസം ഉപവസിച്ചാണ് തോമാസ് ലീഹായുടെ തിരുനാളായ ദുഃഖ്രാനയ്ക്കായി തയ്യാറെടുത്തിരുന്നത്? 8 ദിവസം ഉപവസിച്ചു. സംശയങ്ങളൊന്നുമില്ലാതെ ഒരു ഉത്തരം നമ്മുടെ അനീറ്റ പറഞ്ഞിരിക്കുകയാണ്. ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് നോക്കാം. ഉത്തരം ശരിയാണ്, 8 ദിവസം. അപ്പൊ ഈ റൗണ്ടിലും 2 ചോദ്യങ്ങൾ കറക്റ്റ് ആക്കി ആൻസർ പറഞ്ഞിട്ടുണ്ട്. സമ്മാനവും നേടിയിരിക്കുകയാണ്. ആ സമ്മാനം ഞങ്ങൾ തരാണ്. അടുത്തതായിട്ട് പാലക്കയം ഇടവകയിൽ നിന്നും അമല മരിയ ഒരു ഭരതനാട്യവുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. അമല മരിയെ ഏറെ സ്നേഹത്തോടെ MSTD പ്രേക്ഷിത വാഹിനിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജപമാലരാജ്ഞി പരമോന്നതന്റെ മാനസപുത്രി പരിശുദ്ധ ജപമാലരാജ്ഞി പരമോന്നതന്റെ മാനസപുത്രി ഉന്നത ജീവിതം കൊണ്ടു നീയൊഴികെ എന്നെന്നും ധന്യമാക്കി ഉന്നത ജീവിതം കൊണ്ടു നീയൊഴികെ എന്നെന്നും ധന്യമാക്കി പരിശുദ്ധ ജപമാലരാജ്ഞി
സംഗീതധാരയാ ഞങ്ങളെല്ലാം സന്താപത്തോടെ വന്നിടുമ്പോ സംഗീതധാരയാ ഞങ്ങളെല്ലാം സന്താപത്തോടെ വന്നിടുമ്പോ ബലഹീനർ തന്നെ യാചനയെല്ലാം ബലഹീനർ തന്നെ യാചനയെല്ലാം മാറ്റൊടിയാകുന്നു നിന്റെ മുന്നിൽ സാ സാ സരി 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 സാ പമ ഗമ പനി പമ ഗമ പ പാനി പ സനി രി സ മ മരി രി സനി പമ ഗമ മ പ പാനി രി സ സനി രി പ പമ മരി സ സാ സരി 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 സാ പമ ഗമ പനി പമ ഗമ പ പാനി പ സനി രി സ മ മരി രി സനി പമ ഗമ മ പ പാനി രി സ സരി സനി രി സാ പമ ഗമ രി സരി 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 രി സ പാനി പമ ഗമ പനി സ സാ പമ ഗമ രി സരി 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 രി സ പാനി പമ ഗമ പനി സ സാ മരി സരി പതി രി സനി പമ പ സനി പമ രി ഗമ പാനി സരി സ മരി സരി ഹരി സനി പരി സനി പരി ഹരി സനി പരി സനി പമ സനി പമ രി സ പരിശുദ്ധ ജപമാല രാജ്ഞി. അപ്പൊ അനീറ്റയ്ക്ക് ഇനി ബാക്കി നിൽക്കുന്നത് ജെറിക്കോ റൗണ്ട് ആണ്. അതുപോലെ തന്നെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് ജെറിക്കോ റൗണ്ടിലേക്ക് പോകാം. ജെറിക്കോ റൗണ്ട് എന്ന് പറയുന്നത് വിഷ്വൽ റൗണ്ട് ആണ്. ഡിസ്പ്ലേയിൽ ഒരു വീഡിയോ കാണിക്കും. ആദ്യം തൊട്ട് അവസാനം വരെ ശ്രദ്ധയോടെ വീഡിയോ കാണണം. എന്തെങ്കിലും നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ സൈഡിലൊരു പേനയും പേപ്പറും ഉണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത മേഖലകൾ. കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലായി സീറോ മലബാർ സഭയ്ക്ക് 18 രൂപതകളുണ്ട്. ഇവയിൽ 9 രൂപതകൾ പ്രവാസി അജപാലനവും പ്രേക്ഷിത പ്രവർത്തനവും ഒന്നിച്ചു കൊണ്ടുപോകുന്നവയാണ്. അവ കർണാടകയിലെ ബൽത്തങ്ങാടി, ഭദ്രാവതി, മാണ്ഡ്യ, തമിഴ്നാട്ടിലുള്ള രാമനാഥപുരം, തക്കല, ഹൊസൂർ, മഹാരാഷ്ട്രയിലെ കല്യാൺ, ദില്ലി, ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഫരീദാബാദ്. അനീറ്റ, വീഡിയോ ഒക്കെ കണ്ടില്ലേ? കണ്ടു. ശ്രദ്ധയോടെ കാണാൻ പറ്റിയില്ലേ? നോട്ട്സ് ഒക്കെ എഴുതി എടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് നേരെ ആ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം നോക്കാം. സീറോ മലബാർ സഭയ്ക്ക് കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലായി എത്ര രൂപതകളുണ്ട്? 18 രൂപതകൾ. നമ്മുടെ അനീറ്റ 18 എന്നൊരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണോ എന്ന് നോക്കാം. ഉത്തരം ശരിയാണ്. 18 രൂപതകളാണ് മറ്റ് സംസ്ഥാനങ്ങളിലായി സീറോ മലബാർ സഭയ്ക്കുള്ളത്. അപ്പോൾ ജെറിക്കോ റൗണ്ട് അനീറ്റയുടെ 4ാമത്തെ റൗണ്ട് ആയിരുന്നു. ആ ലാസ്റ്റ് റൗണ്ടിൽ ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് സമ്മാനം നേടിയിരിക്കുകയാണ്. തങ്കു, ആ സമ്മാനം എടുത്തു കൊടുത്തേക്ക്. വീണ്ടും നിങ്ങൾക്ക് സമ്മാനങ്ങൾ മേടിക്കാനുള്ള ഒരു ചോദ്യവുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ചോദ്യം ഇതാണ്: എന്നാണ് കാഞ്ഞിരപ്പുഴയിലെ ആദ്യ ദേവാലയത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നടന്നത്? ചോദ്യം ഒരിക്കൽ കൂടെ വായിക്കാം. എന്നാണ് കാഞ്ഞിരപ്പുഴയിലെ ആദ്യ ദേവാലയത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നടന്നത്? ആർക്കും അറിയില്ല? കൈകളൊന്നും ഉയരുന്നില്ലല്ലോ. ചേച്ചിക്ക് വരണം വരണ്ട എന്നൊരു സംശയത്തിലിരിക്കുകയാണോ? ആർക്കെങ്കിലും ഉത്തരം അറിയാവോ? ചേച്ചിക്ക് അറിയാമോ? ഉറപ്പില്ലേ? ആ മഞ്ഞ ഷാളിട്ട ചേച്ചിക്ക് അറിയാവോ? ഉത്തരം ശരിയാണോ? ദേ അവിടെ ഒരു ചേട്ടൻ സഹായിക്കാൻ വേണ്ടി വന്ന് നിപ്പുണ്ട്. ചേട്ടാ കേറുവാ. ജൂലൈ 3. ചേട്ടൻ മാസവും ദിവസവും വർഷമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കൈ അടിക്കാൻ ഞാൻ ആൻസർ കറക്റ്റ് ആണെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ ഞാൻ കറക്റ്റ് ആൻസർ വായിച്ചോട്ടെ. കറക്റ്റ് ആൻസർ 1961 ജൂലൈ 3. കറക്റ്റ് ആൻസർ. ചേട്ടൻ എക്സ്പ്രഷൻ വരില്ല, സിമ്പിൾ. ഞാൻ വന്നു ഉത്തരം പറയും, സമ്മാനം മേടിക്കും, അതെനിക്ക് അറിയാവുന്ന കാര്യമാണെന്ന്. ചേച്ചി എന്നാ ആ സമ്മാനം ചേട്ടൻ കൊടുത്തേക്ക്. അപ്പോൾ
നിങ്ങൾക്ക് ഒരു റൗണ്ടിന് സമ്മാനം കിട്ടി. പക്ഷെ അനീറ്റയ്ക്ക് ഇനി ഒരു ജനറൽ ചോദ്യം ബാക്കിയുണ്ട്. ആ ചോദ്യം കഴിഞ്ഞാലാണ് അനീറ്റയ്ക്ക് മെമന്റോ കിട്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റൂ. അപ്പൊ നമുക്ക് ആ ചോദ്യത്തിലേക്ക് പോയാലോ? അപ്പൊ ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: പാലക്കയം സെന്റ് മേരീസ് ഇടവക സ്ഥാപിതമായത് എന്ന്. ഒരിക്കൽ കൂടെ ചോദ്യം വായിക്കാം. പാലക്കയം സെന്റ് മേരീസ് ഇടവക സ്ഥാപിതമായത് എന്ന്. 1962 സെപ്റ്റംബർ 8. നിങ്ങൾ പാലക്കയംകാരാണോ? വെറുതെ അല്ല ആൻസർ പറഞ്ഞപ്പോ നിങ്ങൾ കൈയടിച്ചത്. പക്ഷെ അവര് കൈയടിച്ചൊന്നും നോക്കണ്ടട്ടാ. നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? ആൻസർ നോക്കാം. 1962 സെപ്റ്റംബർ 8 കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അപ്പോ അനീറ്റയുടെ 7 ചോദ്യങ്ങൾ ഇതാ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. 7 ചോദ്യത്തിനും സ്മാർട്ടായിട്ട് ചിന്തിക്കാതെ പെട്ടെന്ന് ആൻസർ പറഞ്ഞ് എല്ലാം കറക്റ്റ് ആക്കി സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. അനീറ്റ ഇവിടുന്ന് പോകുമ്പോൾ ആ സമ്മാനങ്ങൾ മാത്രമല്ല, മെമന്റോയും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഗിഫ്റ്റ് ബാഗുമായിട്ടാണ് പോകുന്നത്. അപ്പൊ അനിറ്റയുടെ കൂടെ വീട്ടിൽ നിന്ന് ആരാ വന്നേക്കുന്നേ? പപ്പ, മമ്മി, അമ്മച്ചി, പിന്നെ ഞങ്ങളുടെ ഇടയിൽ അച്ഛനുണ്ട്, പിന്നെ മതാധ്യാപകരൊക്കെ ഉണ്ട്. അതെ, അപ്പൊ ഇത്രയും പേര് നമ്മുടെ പ്രേക്ഷിത വാഹിനിയിലേക്ക് ഒന്ന് കിടന്നു വരാവോ? അനീറ്റ ആ സമ്മാനങ്ങളുമായിട്ട് താഴേക്കും പോരെ. ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കാൻ സമയമായിരിക്കുമ്പോൾ മൂന്നാമത്തെ പാർട്ടിസിപ്പന്റും കൈനിറയെ സമ്മാനങ്ങളും മെമന്റോയുമായിട്ടാണ് നമ്മുടെ പ്രേക്ഷിത വാഹനിൽ നിന്ന് പോയിരിക്കുന്നത്. അവസാനത്തെ ഒരു പാർട്ടിസിപ്പന്റ് ബാക്കിയുണ്ട്. പക്ഷെ തങ്കു, ഈ എപ്പിസോഡിൽ എന്തായാലും നമുക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ. അടുത്ത എപ്പിസോഡിൽ പോരെ? അടുത്ത എപ്പിസോഡിൽ മതി. അപ്പൊ അതിന് മുന്നേ നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യണം. തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: ശിശുവിനെ പോലെ ചെറുതാകാത്ത ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അങ്ങനെ ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ സ്വർഗരാജ്യം സ്വന്തമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ. സാൻഡോ മിഷൻ ക്രിസ്റ്റേമൻ. ദിസ് ഇസ് ലിഖിത. ദിസ് ഈസ് തങ്കമണി. സൈനിങ് ഓഫ്. താങ്ക് യു. പ്രേക്ഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമാ യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേക്ഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ മിഷനെ